ഇപ്പൊ രാത്രി 11 മണിയാകാൻ പോകുന്നത് വയനാട് ചുരത്തിലാണ്. ഈ സമയത്ത് വയനാടിലുള്ള കോട എന്ന് പറഞ്ഞ അന്യായ കോട കേട്ടോ, ഒന്നും കാണാനില്ല. വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്തത്ര വലിയ കോടയാണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം. അടിപൊളി കോട കേട്ടോ, സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത അടിപൊളി വൈബ്. ഒരു സാധനം പോലും കാണാൻ അത്ര അടിപൊളി കോട. ഈ വയനാടിൻ്റെ കോടയുടെ സൗന്ദര്യം ഈ ഒരു സമയത്തൊക്കെ കേട്ടോ ആസ്വദിക്കേണ്ട. രാത്രി 11 മണിക്കൊക്കെ കണ്ടോ, രണ്ടാളുകൾ അതിൽ അവിടെ ഇവിടെ നടന്നു വരുന്നുണ്ട്. അതുപോലും മര്യാദയ്ക്ക് കാണാൻ കഴിയുന്നില്ല, അത്രയും കട്ട കോടയാണുള്ളത്. എന്തായാലും സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്, നല്ല കോട ഇറങ്ങുന്നുണ്ട്. ഡ്രൈവിംഗ് ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാ വണ്ടീനെ വിളിച്ചത് കാണാം, മഞ്ഞിൻ്റെ ഒരു പുക പടലോ, സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. എന്റെ പൊന്നെ, ഒന്നും കാണുന്നില്ല, മുന്നോട്ട് ഒന്നും കാണുന്നില്ല. കട്ടക്കോറ, അടിപൊളി. എടാ വണ്ടി കാണുന്നുണ്ടോ? എന്റെ പൊന്നോ, ഒരു രക്ഷയിട്ടോ കോടയിട്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണേ, അപ്പോൾ ഒന്ന് കാണാനായിട്ട് വണ്ടി ഓടിക്കാനാവുന്നില്ല. ആ കോട തുടങ്ങി, ചുരം തുടങ്ങി. കാണുന്നില്ലല്ലേ? എൻ്റെ പൊന്നോ, 11 മണിക്ക് വയനാട് ചുരത്തിൽ എന്ത് കോടയാണ്, ഒരു രക്ഷയില്ല. മുന്നോട്ടൊന്നും കാണുന്നില്ല, റോഡ് പോലും ഒരു രീതിയിലും കാണാത്ത. ഒന്ന് ഇവിടെ നിർത്തുമോ? അല്ല, സൈഡിലോട്ട് നിർത്തി, ഇവിടെ അല്ല. ഓഹ, വയനാട് വ്യൂ പോയിന്റിലാണുള്ള ഈ ഒരു 11 മണി സമയത്തൊക്കെ വ്യൂ പോയിന്റിലുള്ള കാഴ്ച എന്ന് പറഞ്ഞ അന്യായ കാഴ്ച മാത്രമല്ല, തണുത്ത കാറ്റ് ഒന്നും കാണുന്നില്ല. തണുത്ത കാറ്റ് ഒന്നും കാണുന്നില്ല, നല്ല അടിപൊളി തണുത്ത കാറ്റ്, തണുത്ത് വിറക്കിട്ടോ. സൂപ്പർ കാറ്റ്, സൂപ്പർ കാഴ്ച, സൂപ്പർ വൈബും, അടിപൊളി, അന്യായോ. വയനാട് ചുരത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വാഹനങ്ങൾ നിരനിരങ്ങനായിട്ട് പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത് നോക്ക് അല്ലേ? വേറെ എവിടെയൊക്കെ ലൈറ്റ് ഇട്ട് ചതൊക്കെ വാഹനങ്ങൾ പോവുകയാണ്. എല്ലോ അക്കാടുന്ന് മുഴുവൻ വാഹനങ്ങൾ പോവുകയാണ്. ഇതിലൂടെയൊക്കെ പോകുന്നുള്ള രാത്രി ഒന്നും മനസ്സിലാകുന്നില്ല, കാരണം മരങ്ങളൊന്നും കാണുന്നില്ല. കുറേ വാഹനങ്ങൾ പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അന്യായം തന്നെ. കോട പോയിക്കില്ലടാ, കോടതാ അടിച്ചു കയറി വരുന്നു.